പർഷോത്തം രുപാല എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു നേതാവ് ഉയർത്തിവിട്ടിരിക്കുന്ന ഒരു വലിയ വിവാദം. ഗുജറാത്തിൽ 7-8 സീറ്റുകൾ വരെ ഒരുപക്ഷെ തങ്ങളുടെ കൈപ്പിടിയിൽ 26 സീറ്റുകളിൽ നിന്ന് ഒലിച്ചു പോകാമെന്നുള്ളൊരു ഭയം BJP ബാധിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഈ പ്രചരണതന്ത്രം മാറ്റുന്നു എന്ന ചോദ്യം ചർച്ച ചെയ്യുന്നത്. അവിടെ രുഖി സമാജ് എന്ന് പറയുന്ന സംഘടനയുടെ രാജ്കോട്ടിലെ യോഗത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് എന്താ, വിദേശികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് അവരെ മക്കൾക്ക് കിട്ടിച്ചു കൊടുത്ത് അവരുമായി സന്ധി ചെയ്തവരാണ് ഇവിടുത്തെ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട ക്ഷത്രിയരെന്നാണ്. ആ ക്ഷത്രിയ സമാജ് ഇന്ന് ഗുജറാത്തിൽ BJPക്കെതിരെ നിലപാടെടുത്തിരിക്കുന്നു. പാട്ടീദാർ വിഭാഗത്തിന് 17% അവരുടെ പ്രസൻസ് ഉണ്ട്. രജപുത്ര വിഭാഗം നിർണായകമാണ്. അത് ക്ഷത്രിയ വിഭാഗം നിർണായകമായിരിക്കുന്ന ബെൽറ്റുകളിൽ പോലും BJP തിരിച്ചടി നേരിടുന്നു എന്ന ഒരു ബോധ്യം വരുമ്പോഴാണ് ആദ്യഘട്ടത്തിൻ്റെ പ്രചരണത്തിൻ്റെ തന്ത്രം ഇത്ര പോരാ വർഗീയത എന്ന് തീരുമാനിക്കുകയും വർഗീയതയെ ആളിക്കത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. നോക്കൂ, 2014 അബ് കി ബാർ മോദി സർക്കാർ എന്ന പ്രചരണവുമായിട്ട് എത്തുന്നു. 2019 ആകുമ്പോഴേക്കും മോദി ഉണ്ടെങ്കിലെല്ലാം സാധ്യമാണെന്ന് പ്രചരണം കൂട്ടുന്നു. അപ്പോഴും മോദിയിലേക്ക് ചുരുങ്ങി മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് പാർട്ടിയുടെ മാനിഫെസ്റ്റോയുടെ പേര് തന്നെ മോദിക്ക് ഗ്യാരണ്ടി എന്നാക്കി മാറ്റുന്നു. എന്ന് പറഞ്ഞാൽ അവരാദ്യം പറഞ്ഞത് നേഷൻ ഫസ്റ്റ് എന്നാണ്. പാർട്ടി നേഷൻ ഫസ്റ്റ്, പാർട്ടി നെക്സ്റ്റ്, ഏറ്റവും ഒടുവിലാണ് സെൽഫ് ലാസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ പാർട്ടിയുടെ പ്രചരണം എന്ന് പറയുന്നത് കമ്മ്യൂണലിസം ഫസ്റ്റ് എന്ന നിലപാട്, മോദി സെക്കൻഡ്, പാർട്ടി തേർഡ് ആൻഡ് നേഷൻ ലാസ്റ്റ്. ഈ ഘട്ടത്തിലേക്ക് പ്രചരണതന്ത്രത്തിൻ്റെ ഗിയർ മാറ്റുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മട്ടൻ കറിയെക്കുറിച്ചും മീൻകറിയെക്കുറിച്ചും ഒക്കെ നേരത്തെ സൂചിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല വാക്കുകളും പ്രയോഗങ്ങളും നോക്കൂ. പെറ്റുകൂട്ടുന്ന മനുഷ്യർ, ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞു കയറുന്ന മനുഷ്യർ, 80-20, വി ആൻഡ് ദേ ഹാവ് 25, നമുക്ക് 2 അവർക്ക് 25. ഈ പ്രയോഗങ്ങളിലൂടെ പൂർണ്ണമായിട്ടും പോളറൈസ് ചെയ്യുന്നു. പിങ്ക് റെവല്യൂഷനെ കുറിച്ച് പറയുന്നത്, പിങ്ക് നിറത്തിലുള്ളവരെ, ബീഫ് കഴിക്കുന്നവരെ കുറിച്ച് പറയുന്നത്. ഈ രാജ്യത്ത് കോൺഗ്രസ് വന്നാൽ അവർ ബീഫ് പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റും എന്ന് പറയുന്നത്. അനുരാഗ് ഠാക്കൂർ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളുടെ കുട്ടികളുടെ സ്വത്തെടുത്തുകൊണ്ട് പോകും മറ്റുള്ളവരെന്ന് പറയുന്നത്. ഈ മുസ്ലിം വിഭാഗത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ സ്വത്ത് പൂർണ്ണമായും അവർക്ക് കൊടുക്കുമെന്ന് പറയുന്നത്. കള്ളപ്രചരണങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ അടുത്ത ഗിയറാകുമ്പോഴേക്കും കാണുന്നത്. 190 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നുള്ളൂ. ഇങ്ങനെ പേടിക്കാതിരിക്കൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ആ ഭയം എന്ന് പറയുന്നത് ഈ 190 സീറ്റുകളിലും ഇന്ത്യ മുന്നണിയുടെ ശക്തമായ വരവ് BJP മനസ്സിലാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ തവണത്തെ 49 സീറ്റുകൾ ലഭിക്കില്ല എന്ന പൂർണ്ണമായ തിരിച്ചറിവും BJPയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ പ്രചരണത്തിൻ്റെ ഗിയർ മാറ്റുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്ന ക്ഷേമ രാഷ്ട്രീയത്തെക്കുറിച്ച് മുന്നിലേക്ക് ആവോളം സംസാരിച്ച വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന മോദി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഹിന്ദു മുസ്ലിം ഡിവൈഡിനെ കുറിച്ചാണ്. ഞാൻ പറയുന്നതല്ല, ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു മോദി ഗിയർ മാറ്റുന്നു. അൽ ജസീറ പറയുന്നു ഇതാ ഒരു ഹേറ്റ്രഡിൻ്റെ, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വരുന്നു. ഹേറ്റ് ലാബ് എന്ന് പറയുന്ന വാഷിംഗ്ടണിലെ സംഘടന പറയുന്നു 75% വിദ്വേഷ പ്രസംഗവും BJP ക്യാമ്പുകളിൽ നിന്നാണ് എന്ന ഒരു ശക്തമായ വസ്തുതയും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പ്രചരണതന്ത്രം മാറ്റുന്നു എന്നത് ശരിയായ നിരീക്ഷണമാണ്. കാരണം നിലവിൽ ഫീൽഡിൽ അത്ര അനുകൂലമായ തരംഗമില്ല എന്നത് BJP തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ സുജിയ പറഞ്ഞതുപോലെ, ഈ SDP-യുടെ പിന്തുണ കോൺഗ്രസ് തേടിപ്പോയതല്ല, കോൺഗ്രസിന് SDP പിന്തുണ കൊടുത്തതാണ്. പക്ഷേ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞു. 2 ദിവസത്തിനുള്ള 48 മണിക്കൂർ കഴിയുമ്പോൾ വൈകിയെങ്കിൽ പോലും കോൺഗ്രസ് തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് ഇന്നും മോദി ഒരു പച്ചക്കള്ളം കൂടി പറഞ്ഞിരിക്കുന്നു. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് തേടിപ്പോയി എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം. അവരുടെ പിന്തുണയുണ്ടെന്നാണ്. പിന്തുണയില്ല, പിന്തുണ വേണ്ട എന്ന് പാർട്ടി നിലപാടെടുത്തിട്ടുണ്ട്. പിന്നീട് എന്തിനാണ് നരേന്ദ്രമോദി കള്ളം പറയുന്നത്? പിന്തുണ വേണ്ടെന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ലേ? പിന്തുണ വേണ്ടെന്ന് പറഞ്ഞിട്ട് PFI വേറെ, പിന്തുണ വേണ്ടെന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ലേ? Meet the editors.